ഹായ് എവരി വൺ. ഇംഗ്ബ്ലോട്ട് നോട്ട്സിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEG 1137 നിന്നും ജൂൺ 2025 ടേമിൻ്റെ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഇൻ അബൌട്ട് 150 വേർഡ്സ് ഈച്ച് ഓൺ എനി ടു ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജൂൺ 2025 ടേമിൻ്റെ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. അസോനാൻസ്, റൈം, ഓണമറ്റോപ്പിയ, ആലിട്രേഷൻ. ഈ ഒരു 4 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്പർ 1, അസോനാൻസ്. Assonance is a poetic device in which the same vowel sound is repeated in nearby words. ഇപ്പോൾ ഈ ഒരു ലിറ്റററി ഡിവൈസിൻ്റെ ഒരു പ്രത്യേകത സെയിം വവൽ സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരും. എവിടെ? നിയർ ബൈ വേർഡ്സ് അല്ലെ, അടുത്ത് വരുന്ന വേർഡ്സുകളിൽ സെയിം വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരും അല്ലേ. ഇതിനെയാണ് നമ്മൾ അസോനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി വരും. നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് rhythm, musical quality and emphasizes in poetry and prose. നമുക്ക് കാണാം ഇത് പോയട്രിയിലും പ്രോസിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി കൊടുക്കുന്നതിന്, ഇത് ലിറ്റററി വർക്ക് പോയട്രി ആണെങ്കിലും പ്രോസ് ആണെങ്കിലും അതിന് ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി, ഒരു റിതമിക് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ അസോനാൻസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ഏതൊക്കെ നോക്കൂ. ഫോർ എക്സാമ്പിൾ, ഇൻ ദ ലൈൻ ദ ലൈറ്റ് ഓഫ് ദി ഫയർ ഈസ് എ സൈറ്റ്. ഇവിടെ നമുക്ക് കാണാം ദ ലൈറ്റ് ഓഫ് ദി ഫയർ ഈസ് സൈറ്റ് അല്ലേ. നമുക്ക് കാണാം ഐ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. എവിടെയൊക്കെ നോക്ക് നിങ്ങൾ. ലൈറ്റിൽ ഐ വരുന്നുണ്ട്, ഫയർ ഐ വരുന്നുണ്ട്, അതുപോലെ തന്നെ സൈറ്റിൽ അല്ലേ. ഇങ്ങനെ നിയർ ബൈ വേർഡ്സുകളിൽ ഒരു വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അസോനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ നിങ്ങൾ. അൺലൈക്ക് റൈം, അസോനാൻസ് ഫോക്കസസ് ഓൺലി ഓൺ ദ റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ്, നോട്ട് കോൺസണൻസ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൺസണൻസ് സൗണ്ടിൻ്റെ റിപ്പീറ്റേഷൻ അല്ല, വവൽ സൗണ്ടുകളാണ് നിയർ ബൈ വേർഡുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. ഈ ഒരു ലിറ്റററി ഡിവൈസിനെയാണ് നമ്മൾ അസോനാൻസ് എന്ന് പറയുന്നത്. പോയറ്റ്സ് യൂസ് ദിസ് ഡിവൈസ് ടു മേക്ക് ലാംഗ്വേജ് മോർ പ്ലീസിങ് ടു ദ ഇയർ ആൻഡ് ടു സ്ട്രെങ്തൻ ദ മൂഡ് ഓർ ഇമോഷൻ ഓഫ് എ പോം അല്ലെ. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും പോയറ്റ് യൂസ് ചെയ്യുന്നത് ഒരു മ്യൂസിക്കൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പം നമുക്ക് കാണാൻ സ്വാഭാവികമായിട്ടും നമ്മളെ ഇയറിനെ നമ്മൾ എന്ത് ചെയ്ത് കേൾക്കുന്ന സമയത്ത് അത് നമ്മളെ പ്ലീസ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ നമ്മളെ മൂഡിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യും അല്ലെ. അതുപോലെ തന്നെ ആ ഒരു ഇമോഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫീൽ ചെയ്യാൻ സാധിക്കും അല്ലെ. ഇങ്ങനെ ഈ ഒരു നിയർ ബൈ വേർഡുകളിൽ സെയിം വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു മ്യൂസിക്കൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് സത്യമാണ് അല്ലേ. നമുക്ക് ബാക്കി നോക്ക് നിങ്ങൾ. അസോനൻസ് ക്യാൻ സ്ലോ ഡൗൺ ഓർ സ്പീഡ് അപ്പ് ദ റീഡിംഗ് എക്സ്പീരിയൻസ് ഡിപ്പെൻഡിങ് ഓൺ ദി സൗണ്ട് പാറ്റേൺ യൂസ്ഡ് അല്ലെ. പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇത്തരത്തിൽ അസോനൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് റീഡിങ്ങിൻ്റെ സ്പീഡ് കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഏത് സൗണ്ട് പാറ്റേൺ യൂസ് ചെയ്തിട്ടുള്ള സൗണ്ട് പാറ്റേൺ അനുസരിച്ച് നമ്മുടെ റീഡിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യാനോ സ്പീഡപ്പ് ആക്കാനോ ഒക്കെ അസോനൻസ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ പോംസ്, സോങ്സ് ആൻഡ് സ്പീച്ചസ് ബിക്കോസ് ഇറ്റ് ആഡ്സ് ഹാർമണി ആൻഡ് ബ്യൂട്ടി ടു ലാംഗ്വേജ്. ചിലപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ വ്യാപകമായി നമ്മൾ കാണുന്നത് എവിടെയാണ്? പോയത്തിലും അതുപോലെ തന്നെ സോങ്സിലൊക്കെയാണ്, സ്പീച്ചിലൊക്കെയാണ് നമ്മൾ സാധാരണ അസോനൻസ് കാണുന്നത്. അപ്പം ഇതൊരു ഹാർമണി അല്ലെ. നമുക്ക് കാണാം ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾക്ക് പരസ്പരം എന്ത് നൽകുന്നുണ്ട്, ഒരു കണക്ഷൻസ്, ഇൻറ്റർ റിലേഷൻസ്, ഒരു ഹാർമണി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അസോനൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ലാംഗ്വേജിനെ കൂടുതലായിട്ട് ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാനൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലേ. ബൈ റിപ്പീറ്റിംഗ് വവൽ സൗണ്ട്സ് റൈറ്റേഴ്സ് ക്യാൻ മേക്ക് their work more memorable and expressive. Thus, assonance is an important literary device that enhances the sound effect and artistic quality of റൈറ്റിംഗിൽ. അപ്പം ഇത്തരത്തിൽ വരുന്ന ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഏത് ലിറ്റററി ഡിവൈസ് ആവട്ടെ, അത് എന്തിനെയാണ് കാണിക്കുന്നത്? ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഓഫ് റൈറ്റിങ്ങിനാണ്. ഒരു റൈറ്ററുടെ, ആസ് എ റൈറ്റർ എന്ന നിലയിൽ ഒരാളുടെ ക്വാളിറ്റിയാണ് ഇത്തരത്തിൽ ലിറ്റററി ഡിവൈസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൈം. ഓക്കെ, ഇനി നോക്കാം. റൈം ഇസ് എ ലിറ്റററി ഡിവൈസ് ഇൻ വിച്ച് വേർഡ്സ് ഹാവ് സിമിലർ എൻഡിങ് സൗണ്ട് യൂഷ്വലി ഒക്കറിങ് അറ്റ് ദി എൻഡ് ഓഫ്
ലൈൻസ് ഇൻ പോയട്രി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിറ്റററി ഡിവൈസ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ സിമിലർ എൻഡിങ് സൗണ്ടുകളാണ് അല്ലേ. അപ്പം നമുക്ക് കാണാം ഇതിൻ്റെ ഒരു പ്രത്യേകത ഇൻ വിച്ച് വേർഡ്സ് ഹാവ് എ സിമിലർ എൻഡിങ് വേർഡ്സ് യൂഷ്വലി ഒക്കറിങ് അറ്റ് ദി എൻഡ് ഓഫ് ദ ലൈൻസ് ഇൻ പോയട്രി അല്ലേ. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഓരോ ലൈൻസിൽ അല്ലേ, ഓരോ പോയട്രിയുടെ എൻഡിങ് സൗണ്ട്സ് എന്തായിരിക്കും, സിമിലർ ആയിരിക്കും, സിമിലർ ആയിട്ട് വരും അല്ലേ. റൈം ഗിവ് പോയട്രി എ മ്യൂസിക്കൽ ക്വാളിറ്റി ആൻഡ് മേക്സ് ഇറ്റ് ഈസിയർ ടു റിമെമ്പർ ആൻഡ് റിസൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസണൻസ് പറഞ്ഞ പോലെ തന്നെ ഈ റൈം സ്കീം അല്ലെങ്കിൽ റൈമിംഗ് യൂസ് ചെയ്യുന്നതിലൂടെ പോയട്രിക്ക് ഒരു മ്യൂസിക്കൽ ഇമ്പാക്റ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതുവഴി ചില ലൈൻസൊക്കെ നമ്മൾ ഓർത്ത് വെക്കാനുള്ള കാരണം തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ചില റൈം സ്കീമുകളാണ് അല്ലേ. ഒരു എക്സാമ്പിൾ നോക്കും, നിങ്ങൾ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. ഇൻ ദ ലൈൻ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ അല്ലേ. നോക്ക്, 2 ലൈൻസ് ആണ് ഇത്. എൻ്റെ ചെയ്യുന്ന 2 ലൈൻസും എൻ്റെ ചെയ്യുന്ന സൗണ്ട്സ് നോക്ക് നിങ്ങൾ ദ വേർഡ് സ്റ്റാർ ആർ അല്ലേ, ലിറ്റിൽ സ്റ്റാർ, അതുപോലെ തന്നെ വാട്ട് യു ആർ അല്ലേ. സെയിം സൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത് അല്ലേ. റൈം ബിക്കോസ് ദേ ആർ സിമിലർ എൻഡിങ് സൗണ്ട്. അപ്പം നോട്ട് ചെയ്ത് വെക്കുക, ഇതൊരു ലിറ്റററി ഡിവൈസ് ആണ്. ഇൻ വിച്ച് വേർഡ്സ് ഹാവ് എ സിമിലർ എൻഡിങ് സൗണ്ട്സ് ആണ് വരുന്നത് അല്ലേ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 2 ലൈൻസ് ആണ് വരുന്നത്. 2 ലൈൻസിലെയും എൻഡ് ചെയ്യുന്ന വേർഡ്സുകളുടെ സൗണ്ട് സിമിലർ ആണ്. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. പോയറ്റ്സ് യൂസ് എ റൈം ടു ക്രിയേറ്റ് ദ റിതം, ബ്യൂട്ടി ആൻഡ് യൂണിറ്റി ഇൻ ദ പോയംസ് അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നോക്കൂ. പോയറ്റ് കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്, പോയറ്റ് യൂസ് റൈം ടു ക്രിയേറ്റ് റിതം, ബ്യൂട്ടി ആൻഡ് യൂണിറ്റി ഇൻ ദ പോയംസ് അല്ല. നമ്മൾ അസുറൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന റൈമും എന്തിനു സഹായിക്കുന്നുണ്ട്, ഒരു റിതമിക് ഇമ്പാക്റ്റ് പോയത്തിന് കൊടുക്കാനും അതുപോലെ തന്നെ പോയട്രിയെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാനും ഒരു യൂണിറ്റി കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ഒരു ലിറ്റററി ഡിവൈസ് അല്ലേ. നമ്മൾ കാണാം ഏത് ലിറ്റററി ഡിവൈസ് ആണെങ്കിലും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ആ ഒരു ലിറ്റററി വർക്കിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഇറ്റ് ഹെൽപ്സ് കണക്ട് ഐഡിയാസ്, എംഫസൈസസ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആൻഡ് ഇംപ്രൂവ് ദ ഫ്ലോ ഓഫ് ലാംഗ്വേജ്. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഡിഫറെൻറ്റ് ഐഡിയാസിനെ കണക്ട് ചെയ്യാനും ചില വേർഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനും ലാംഗ്വേജിൻ്റെ ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു റൈമിംഗ് വേർഡ് അല്ലേ, റൈമിംഗ് വേർഡിന് എന്തുണ്ടായിരിക്കും, കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ആ ഒരു റൈമിംഗ് വേർഡ് സ്കീം കൊണ്ടുവരുന്നതിലൂടെ ആ ചില വേർഡ്സിനൊക്കെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ റൈം സ്കീമുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ റൈം സ്കീമിന് എക്സാമ്പിളാണ് എ ബി എ ബി, എ ബി ബി അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഡിഫറെൻറ്റ് റൈം സ്കീമുകൾ പല പോയറ്റുകളും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, thus the rhyme is an important poetic technique that enriches the sound, structure and aesthetic appeal of literary work. അപ്പം നമുക്ക് കാണാം ഇത് സൗണ്ടിനെ കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റുന്നു, പോയത്തിനൊരു സ്ട്രക്ചർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഏസ്തെറ്റിക് അപ്പീൽ ടു ലിറ്റററി വർക്ക് കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാനൊക്കെ ഈ പറയുന്ന ലിറ്റററി ഡിവൈസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തതാണ് ഓണമറ്റ ഓണമറ്റോപ്പിയ. ഓണമറ്റോപ്പിയ ഇസ് അനദർ ലിറ്റററി ഡിവൈസ് ആണ് ഇൻ വിച്ച് വേർഡ്സ് ഇമിറ്റേറ്റ് ഓർ സജസ്റ്റ് ദ നാച്ചുറൽ സൗണ്ട്സ് അസോസിയേറ്റഡ് വിത്ത് ഒബ്ജക്റ്റ്, ആക്ഷൻ ഓർ ആനിമൽ. ഓക്കെ, അപ്പം ഈ ഒരു ലിറ്റററി ഡിവൈസസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ശരിക്കും ഓണമറ്റോ പോയിക്ക് വേർഡ്സുകളുണ്ട്. ഈ വേർഡ്സുകളാണ് ഈ ഒരു ലിറ്റററി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വേർഡുകളുടെ പ്രത്യേകത എന്താ, വേർഡ്സിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ വിച്ച് വേർഡ്സ് ഇമിറ്റേറ്റ്സ് ഓർ സജസ്റ്റ് ദ നാച്ചുറൽ സൗണ്ട്സ് അസോസിയേറ്റഡ് വിത്ത് ഒബ്ജക്റ്റ്, ആക്ഷൻ ഓർ ആനിമൽ. അപ്പം ഈ നമ്മൾ കാണാം പല വേർഡ്സുകൾ നാച്ചുറൽ സൗണ്ട്സുകൾ ഉണ്ട് അല്ലേ, പല ഒബ്ജക്റ്റുകൾ, ആനിമൽസുകൾ, ബേർഡ്സുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില നാച്ചുറൽ സൗണ്ട്സുകൾ ഉണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ആ ഒരു സൗണ്ട്സിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് പല വേർഡ്സുകളും എവിടെയുണ്ട്, ആ സെയിം സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് പല വേർഡുകളും എവിടെ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള വേർഡ്സിനെ യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിന് പറയുന്ന പേരാണ് എന്ത്, ഓണമറ്റോപിയ എന്ന് പറയുന്നത്. നോക്കാം ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഏതൊക്കെ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ദീസ് വേർഡ്സ് create vivid sound effects and make descriptions more realistic and expressive. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ വേർഡ്സ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് സൗണ്ട് വളരെ ക്ലാരിറ്റി, വളരെ വിവിഡ് ആയിട്ടുള്ള സൗണ്ട് എഫക്റ്റ് ആണ് അല്ലേ. കാരണം എന്തുകൊണ്ടാണ്, പല നേച്ചുറൽ ഒബ്ജക്റ്റും അതുപോലെ തന്നെ ആനിമൽസും ബേർഡ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം സൗണ്ട്സിനെ അങ്ങനെ തന്നെ കോപ്പി ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാണ് അല്ലേ.
അപ്പം ആ ഒരു വേർഡ്സിനെ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്ന പേരാണ് ഓണമറ്റോപ്പിയ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഓണമറ്റോപ്പിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ സൗണ്ട് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യും ഒന്ന് അല്ലേ. അതുപോലെ തന്നെ മേക്ക് ഡിസ്ക്രിപ്ഷൻ മോർ റിയലിസ്റ്റിക് ആയിരിക്കും. കാരണം എന്താ, നാച്ചുറൽ സൗണ്ട് തന്നെയാണ്, റിയൽ സൗണ്ടിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ റിയലിസ്റ്റിക് ആയിരിക്കും അല്ലേ. മറ്റ് എക്സാമ്പിൾസ് നോക്ക് നിങ്ങൾ. എന്തൊക്കെ എക്സാമ്പിൾസ് ഓഫ് ഓണമറ്റോപ്പിയ പോയിക്ക് വേർഡ് ഇൻക്ലൂഡ് ബസ്, ഹിസ്, ബാങ്, സ്ലാഷ്, കുക്കു, ടിക്ടോക്ക് അല്ലേ. ഇതൊക്കെ നമുക്ക് കാണാം പല നാച്ചുറൽ സൗണ്ട്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ആ വേർഡ് കൊണ്ട് തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ, ഇമിറ്റേറ്റ് ചെയ്യാണ് അല്ലേ. ഈ വേർഡിലൂടെ പല നാച്ചുറൽ ഒബ്ജക്റ്റ് ആനിമൽസിൻ്റെ ഒക്കെ സൗണ്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കൂ. ഫോർ ഇൻസ്റ്റൻസ് ദ സെൻറ്റൻസ് ദ ബീസ് ബസ്ഡ് അറൗണ്ട് ദി ഫ്ലവേഴ്സ് അല്ലേ. ബസ്ഡ് എന്ന ബീസ് അല്ലേ, തേനീച്ച പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ്, നാച്ചുറൽ സൗണ്ടാണ്. നാച്ചുറൽ സൗണ്ടിന് അങ്ങനെ തന്നെ കോപ്പി ചെയ്തതാണ് അല്ലേ. കോപ്പി ചെയ്തതിലൂടെയാണ് ഈ വേർഡ് ഫോം ചെയ്യുന്നത്. നോക്ക് നിങ്ങൾ, ബസ്, ബസ്ഡ് അല്ലേ, അതാണ് ബസ്ഡ് ആയിട്ട് മാറി വരുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ നാച്ചുറൽ വേർഡുകളെ അനിമൽസ്, ക്രിയേച്ചേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിനെ ആസ് ഇറ്റ് ഈസ് ഇമിറ്റേറ്റ് ചെയ്ത് കോപ്പി ചെയ്ത് ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് ഓണമറ്റോപിയ. ഓക്കെ, മറ്റിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നോക്കൂ നിങ്ങൾ. Poets and writers use onomatopoeic to appeal to the reader's sense of hearing and to create lively atmosphere. അപ്പം ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നതിലൂടെ, ഈ ഒരു ലിറ്റററി ഡിവൈസ് യൂസ് ചെയ്യുന്നതിലൂടെ എന്തിനാണ് അപ്പീൽ ചെയ്യുന്നത്, സെൻസ് ഓഫ് ഹിയറിങ്. സാധാരണ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളെ ഐസിനെ മാത്രമാണ് അല്ലേ, കാഴ്ചയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ഓണമറ്റോപോയിക് വേർഡ് യൂസ് ചെയ്യുന്നതിലൂടെ അത് നമ്മുടെ ഒരു സെൻസിനെയും കൂടെ അപ്പീൽ ചെയ്യുന്നുണ്ട്. എന്തിനെ, ഹിയറിങ്ങിനൂടെ, ഹിയർ അല്ലേ, നമ്മുടെ ചെവിയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അത് അപ്പീൽ ചെയ്യുന്നുണ്ട് അല്ലെ. ടു ക്രിയേറ്റ് ലൈവ്ലി അറ്റ്മോസ്ഫിയർ, അത് കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, കൂടുതൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. ഇറ്റ് ഹെൽപ്പ് ദ റീഡേഴ്സ് ഇമാജിൻ സീൻസ് മോർ ക്ലിയർലി ആൻഡ് ആഡ്സ് ഡ്രമാറ്റിക് എഫക്റ്റ് ടു റൈറ്റേഴ്സ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇത് കാര്യങ്ങൾ കുറച്ചും കൂടെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും, ക്ലാരിറ്റി വരും. ആരെ സംബന്ധിച്ചിടത്തോളം, റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ദിസ് ഡിവൈസസ് ഈസ് കോമൺ ഇൻ പോയട്രി, ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, കോമിക് ബുക്ക് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിലും കോമിക് ബുക്കുകളിലും ചിൽഡ്രൻസ് ലിറ്ററേച്ചറും പോയട്രിയിലൊക്കെയാണ് കോമൺ ആയിട്ട് ഈ ഒരു ലിറ്റററി ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ആലിട്രേഷൻ. Alliteration is a literary device in which the same consonant sound is repeated at the beginning of closely placed words. ഓക്കെ, ഇവിടെ അലിട്രേഷൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് എ ലിറ്റററി ഡിവൈസ് ഇൻ വിച്ച് ദ സെയിം കൺസണൻറ്റ് സൗണ്ട്. അപ്പോൾ ഇവിടെ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത് വവൽ സൗണ്ട് അല്ല. ഏത് സൗണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, കോൺസണൻറ്റ് സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം സെയിം കോൺസണൻറ്റ് സൗണ്ട് ഈസ് റിപ്പീറ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ക്ലോസ്ലി പ്ലേസ്ഡ് വേർഡ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എവിടെ, നിയർ ബൈ വേർഡുകളിൽ ബിഗിനിങ്ങിലാണ്, തുടക്കത്തിലാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കോൺസണൻറ്റ് സൗണ്ടിലാണ്. വേർഡുകളിൽ എവിടെയാണ്, ഏത് പൊസിഷനിലാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, ബിഗിനിങ്ങിലാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് റിതം, എംഫസൈസസ് ആൻഡ് മ്യൂസിക്കൽ ക്വാളിറ്റി ഇൻ ലാംഗ്വേജ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് അലിട്രേഷൻ ആവട്ടെ, അതുപോലെ തന്നെ അസൊനാൻസ് ആവട്ടെ, റൈം ആവട്ടെ, ഇതൊക്കെ ഒരു മ്യൂസിക്കൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നോക്കൂ, റിതം അല്ലേ, ഒരു റിതമിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലിട്രേഷൻ വരുന്ന വേർഡുകൾ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നതിനെ കാണിക്കുന്നതാണ്, മ്യൂസിക്കൽ ക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്ക് നിങ്ങൾ, എക്സാമ്പിൾ നോക്കണേ. അലിട്രേഷൻ എക്സാമ്പിൾ ആണ്, ഷീ സെൽസ് സീ ഷെൽസ് ബൈ ദ സീ ഷോർ. ഷീ സെൽസ് സീഷെൽസ് ബൈ ദ സീഷോർ. ശ്രദ്ധിക്കണം പറയുന്ന സമയത്ത്. അപ്പം എവിടെയാ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, ഏത് കോൺസണൻറ്റ് സൗണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, എസ് ആണ്, സ് സൗണ്ടാണ്, സ് അല്ലേ. അപ്പം നോക്ക് നിങ്ങൾ, സ് സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഷീ, സെൽ, സി, വീണ്ടും നമുക്ക് കാണാം എവിടെ, സി അല്ലേ. ഇങ്ങനെ നിയർ ബൈ വേർഡുകളിൽ കോൺസണൻറ്റ് സൗണ്ട് ബിഗിനിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആലിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പോയറ്റ്സ് ആൻഡ് ദ റൈറ്റേഴ്സ് യൂസ് ആലിട്രേഷൻ ടു ഡ്രോ അറ്റൻഷൻ ടു സ്പെസിഫിക് വേർഡ് ഓർ ഐഡിയാസ് ആൻഡ് ടു എൻഹാൻസ് ദി ബ്യൂട്ടി ഓഫ് എക്സ്പ്രഷൻ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തിനാണ് പോയറ്റും റൈറ്റേഴ്സും ഒക്കെ ആലിട്രേഷൻ ഉപയോഗിക്കുന്നത്, ഒന്ന്
റീഡേഴ്സിൻ്റെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യുക അല്ലേ? ഏതെങ്കിലും ചില സ്പെസിഫിക് വേർഡ്സിൽ ഇമ്പോർട്ടൻറ്റ് വേർഡുകളിലേക്ക് റീഡേഴ്സിൻ്റെ അറ്റൻഷനെ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റീസൺ. മറ്റൊന്ന് ബ്യൂട്ടി ഓഫ് എക്സ്പ്രഷൻ അല്ലെ, പറയുന്ന കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതുമാണ്. ഓക്കെ, ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ പോയട്രി, പ്രോസ്, സ്ലോഗൻസ്, ടങ് ട്വിസ്റ്റേഴ്സ് അല്ലെ. ടങ് ട്വിസ്റ്റേഴ്സ് ആണ് സെൽസ് എന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പറയാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ. അതുപോലെ തന്നെ അലിട്രേഷൻ ക്യാൻ ഓൾസോ ക്രിയേറ്റ് ദ മൂഡ് ആൻഡ് ടോൺ ഡിപ്പെൻഡിങ് ഓൺ ദി സൗണ്ട് എഫക്റ്റ്. By repeating consonant sounds, the writers improve the flow and sound pattern of their work. അപ്പം ഇത് കോൺസണൻസ് യൂസ് ചെയ്യുന്നതിലൂടെ, റിപ്പീറ്റ് ചെയ്ത് കോൺസണൻസ് സൗണ്ട് യൂസ് ചെയ്യുന്നതിലൂടെ അത് ആ ഒരു ലാംഗ്വേജ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാനും സൗണ്ട് പാറ്റേൺ ഒക്കെ കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.